അപാകതകള് ഒന്നുമില്ല. ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഡീസൽ വണ്ടിയാണ്, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 2012 വണ്ടിയാണ്, ഓട്ടോമാറ്റിക് i20. ഓട്ടോമാറ്റിക് ആണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് മൊറയൂർ യൂസ്ഡ് കാർസിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതലും 7 സീറ്റർ വാഹനങ്ങളായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ചെറു വാഹനങ്ങളാണ്. ചെറിയ ബഡ്ജറ്റുള്ള നല്ല അടിപൊളി ചെറു വാഹനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മൊറയൂർ എന്ന സ്ഥലത്താണ്. സ്ഥലപ്പേര് തന്നെയാണ് ഷോറൂമിനുള്ളത്, മൊറയൂർ യൂസ്ഡ് കാർസ് തന്നെയാണ്. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കൂടെ ഷമീർക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാഹനം i20 തന്നെ തുടങ്ങാം. KL 14 രജിസ്ട്രേഷൻ. ഇത് ഓൾഡ് ഷേപ്പ് ആണ്, പക്ഷേ നല്ല ലുക്ക് ഉണ്ട് വണ്ടി. ബ്ലാക്ക് കളർ അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത് 2012 വണ്ടിയാണ്, ഓട്ടോമാറ്റിക് i20. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ആസ്ട്ര ഫുൾ ലോഡ് ഓട്ടോമാറ്റിക് i20 ആണ്, പെട്രോൾ വാഹനം അല്ലേ? ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്. തേർഡ് ഓണർഷിപ്പ് ആയിട്ട് ഏകദേശം 85-90 ലെവലിൽ ഓടിയിട്ടുണ്ട്. 90 ലെവലിൽ നിലവിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോ നോർമൽ ആയിരിക്കാൻ ചാൻസ് ഉള്ളൂ അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ, ലോണിനോ അങ്ങനത്തെ ഒന്നും വരില്ലല്ലോ. ഇപ്പൊ എന്തെങ്കിലും പണിയുണ്ടോ നിലവിൽ എടുക്കാൻ? മെക്കാനിക്കൽ വർക്ക് ക്ലിയർ ആക്കി വെച്ചാണ്. ഓക്കെ, മൈലേജ് ഷോർട്ട് ആയിരിക്കും, പക്ഷെ ഓടിക്കാനുള്ള ഒരു കംഫർട്ട് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ്. മൈലേജ് കുറവായിരിക്കും, 12-13 ഒക്കെ കണ്ടാൽ മതി അല്ലേ? ഓക്കെ, ഇതിപ്പോ എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 2,95,000 2,95,000 രൂപയ്ക്ക് 2012 ഏറ്റവും ഫുൾ ലോഡ് ഓട്ടോമാറ്റിക് i20 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ കിട്ടൂല എന്തായാലും? ഒരു 2-2.25 ചെയ്യാൻ പറ്റും. ഒരു 10-65,000 രൂപ വേണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? ഓക്കെ, നല്ലൊരു അടിപൊളി ഓട്ടോമാറ്റിക് വാഹനമാണ്. താല്പര്യമുള്ളവരെ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത വണ്ടിയിലുണ്ട്. ഒരു സ്വിഫ്റ്റ് ആണ്, KL 18, കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2010 വണ്ടി, 10 മോഡൽ. ഓക്കെ, VXI ആണ്, പെട്രോൾ ആണ്. പെട്രോൾ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. ഇതിലും ഫംഗ്ഷൻസ് എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആണ്. ഓക്കെ, ബാക്കി കിലോമീറ്റർ എത്രയായി ഇപ്പോൾ? ഇത് 75,000 കിലോമീറ്റർ. 77,000 അത് അത്ര ഉറപ്പിച്ച് പറയോ? അത് ഇതിനകത്ത് കാണുന്നതാണ്, നമ്മൾ ഉറപ്പിക്കുന്നില്ല. എന്തായാലും 10-12 വർഷത്തോളം ആയില്ല വണ്ടി, അപ്പൊ നമ്മൾ അത്ര ഉറപ്പിച്ച് പറയുന്നില്ല എന്തായാലും. ഓക്കെ, നിലവിൽ വണ്ടിന്റെ അവസ്ഥ എന്താ? മെക്കാനിക്കലും ഒക്കെ കണ്ടീഷനാണ് വണ്ടി, എല്ലാ ഭാഗവും വർക്കിംഗ് ആണ്. സൗണ്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. സസ്പെൻഷൻ, ലോവറാം, ലാക്സിലെ കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്, എല്ലാ കണ്ടീഷനാണ്. ഓക്കെ, AC കാര്യങ്ങളൊക്കെ എല്ലാം പക്ക കണ്ടീഷനാണ്. ഓക്കെ, നമ്മൾ ആ ഒരു കണ്ടീഷൻ മാത്രം നോക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ, സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോ എത്ര കൊടുക്കാൻ പറ്റും? 1,95,000 കൊടുക്കാം. 1,95,000 2010 VXI സ്വിഫ്റ്റ് ആണ്. ഓക്കെ, ലോണൊന്നും കിട്ടത്തില്ല, പഴയ മോഡലാണ്. റേറ്റ് എങ്ങനെ? ഒന്നും കൂടി റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ്. ഓക്കെ, ഓക്കെ. i10 KL 12 വയനാട് അല്ല? വയനാട് വണ്ടിയാണ്. 2010 മോഡല്, 2010 i10 മാഗ്ന ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുള്ളൂ. നിലവിൽ വേറെ എന്തെങ്കിലും പണികളുണ്ടോ? ഒന്നും പണികൾ, മെക്കാനിക്കൽ പണികളോ അങ്ങനത്തെ കണ്ടീഷനാണ് വണ്ടി. ഇപ്പോൾ ടയേഴ്സ് എന്തായാലും 4 മാറണം, മൊത്തം പോയിട്ട് 4 മാറാനായിട്ട് ടയേഴ്സ്. ഓക്കെ, ബാക്ക് 2 ടയർ ഉണ്ട്, 2 ടയർ മാറിയാൽ മതി. ഓക്കെ, കിലോമീറ്റർ എത്ര ഇപ്പോൾ കാണിക്കുന്നത്? കിലോമീറ്റർ 1,700 ആണ് കാണിക്കുന്നത്. 1,07,000 അല്ലേ? ഓക്കെ, 2010 i10 മാഗ്ന. മൈലേജ് ഇതിന്റെ ഒരു 13-15 റേഞ്ചിലൊക്കെ മൈലേജ്, 15 കിലോമീറ്റർ ഒക്കെ മൈലേജ്, ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. പറോളൂ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1,70,000. 1,70,000. ഓക്കെ, 2010 വണ്ടി അല്ലേ? മാഗ്നയാണ്. അതെങ്ങനെ ഫൈനലാണോ? ഏകദേശം റേറ്റുകളൊക്കെ ചെയ്ത് കൊടുക്കാമോ? ഓക്കെ, ലോണും കാര്യമൊന്നും കിട്ടത്തില്ല, ഫിനാൻസുകൾ കിട്ടില്ല. ശ്രീറാം പോലത്തെ ഫിനാൻസ് എത്ര വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്? ഏകദേശം ഒരു 1 ലാഖിന്റെ അടുത്ത് വരെ കിട്ടും. അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടും നോർമൽ ബാങ്ക്. അടുത്തതാ റിനോൾട്ട് പൾസ് ആണ്, KL 34 രജിസ്ട്രേഷൻ. നമ്മുടെ നിസാൻ മൈക്രയുടെ സെയിം സാധനം അല്ലേ? സെയിം. ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെ? 2012 മോഡല്. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഒരു എയർ ബാഗ് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നീറ്റാണ്.
നീറ്റാണ്, കാണാൻ അത്യാവശ്യം നീറ്റ് തന്നെയാണ്. റീപെയിന്റ് കാര്യങ്ങളൊക്കെ കാര്യമുണ്ട് അല്ലേ? കുറച്ച് ചെറിയ ടച്ചപ്പും കാര്യങ്ങളും നമുക്ക് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് കൊടുക്കാം. ഓക്കെ. 2012 എത്ര ഓടി ഇപ്പോൾ? ഇത് 1,17,000. 1,17. ഡീസലല്ലേ? ഡീസൽ. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 17 മുതൽ 20 വരെയൊക്കെ മൈലേജ് ആവറേജ് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. മൈക്രോയുടെ സെയിം എഞ്ചിനും എല്ലാം സെയിം അല്ലേ? 1.5 അല്ലേ ഒരു ഡീസൽ? 1.5 ഡീസൽ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ഇന്റീരിയറൊക്കെ നല്ല നീറ്റ് തന്നെയാണ്. എത്ര പൈസ കൊടുക്കും ഇപ്പോൾ? ഇത് നമുക്ക് 2,35 ഫൈനൽ കൊടുക്കാം. 2,35,000. കേരള വണ്ടി തന്നെ, ഒറിജിനൽ കേരള വണ്ടി. 2,35,000 രൂപയ്ക്ക് 2012 ഫുൾ ഓപ്ഷൻ ഡീസൽ പൾസ് ആണ്. ഓക്കെ. ലോൺ സൗകര്യം എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ഒരു 1.25 കിട്ടും. അത്രയും കിട്ടും. അപ്പോൾ 25, 30, 60,000 അല്ലേ? 60,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റുന്നൊരു അടിപൊളി വാഹനം. അടുത്ത വണ്ടി ഷെവർലെ ബീറ്റ് KL 5 രജിസ്ട്രേഷൻ. ഇത് ബീറ്റ് ഡീസൽ അല്ല, പെട്രോൾ ബീറ്റ് ആണ്. പെട്രോൾ ബീറ്റ് ഇപ്പോൾ കുറച്ച് അത്യാവശ്യക്കാരുണ്ട്. പെട്രോൾ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2010-11 രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ. ബാക്കി കിലോമീറ്റർ ഇപ്പോൾ എത്ര കാണിക്കുന്നതിൽ? കിലോമീറ്റർ 1ന്റെ താഴെ കാണിക്കുന്നു. നമ്മൾ ഉറപ്പിക്കുന്നില്ല അല്ല, അത് കറക്റ്റ് വണ്ടി നീറ്റാണ്. വളരെ നീറ്റാണ്. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ, ബോഡിക്ക് തട്ടുമുട്ട് അപാകതകൾ ഒന്നുമില്ല. ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഓക്കെ. 2010. ഓക്കെ. പെട്രോൾ ബീറ്റിന്റെ മൈലേജ് എന്ന് പറഞ്ഞു കൊടുക്കോ? പെട്രോൾ ബീറ്റിന്റെ മൈലേജ് 15 അതിന്റെ ഉള്ളിലായിട്ടാണ്. ഓക്കെ. ഓണർഷിപ്പ് ഇപ്പോൾ? ഓണർഷിപ്പ് 2. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല നീറ്റാണ്. ഇന്റീരിയർ ഒക്കെ കാണാനൊക്കെ നല്ല നീറ്റാണ് വണ്ടി. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കുക ഇത്? 10 മോഡൽ 1,15 റേറ്റ്. 1,15,000. ഓക്കെ. 10 മോഡൽ 11 രജിസ്ട്രേഷൻ വരുന്ന ബീറ്റാണ്. ഓപ്ഷൻ മിഡിലാണോ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ. ഓക്കെ. വരുന്ന ഓപ്ഷനാണ്. 1,15 എങ്ങനെയല്ല നെഗോഷ്യബിൾ ആയി കൊടുക്കാമല്ലോ? ചെയ്ത് കൊടുക്കാം. ഓക്കെ. 1,15,000 രൂപയ്ക്ക് ഒരു ബീറ്റ് സ്വന്തമാക്കാം. പെട്രോൾ ബീറ്റാണ്. താല്പര്യമുള്ളതുകൊണ്ട് തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. ഇതിൽ വേറെ പണികൾ എന്തെങ്കിലും ഉണ്ടോ? മെക്കാനിക്കൽ ആയിട്ടുള്ള സെൻ എസ്റ്റിലോ KL 54 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഇത് ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് 2007. ഓക്കെ. ബേസ് ആണല്ലേ? LXI 2 ഡോർ പവർ വിൻഡോ വരുന്ന ഓപ്ഷനാണ്. നിലവിൽ ഇപ്പോൾ പേപ്പറിന്റെ അവസ്ഥ എന്തായിരിക്കും? പേപ്പർ ഇപ്പോൾ തീർന്നിട്ടുണ്ട്. പുതിയ റിന്യൂവൽ, ടാക്സ്, ഇൻഷുറൻസ് റിന്യൂവൽ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. എല്ലാം നിങ്ങൾ ചെയ്ത് കൊടുക്കും. ഓക്കെ. നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ. ഇനി 5 വർഷത്തേക്കുള്ള എല്ലാ പേപ്പറും ഫിറ്റ് ആക്കിയിട്ടേ തീർത്തുള്ളൂ. പേപ്പർ ഫിറ്റ് ആക്കാന്ന് പറയുമ്പോൾ അതിൽ ടയേഴ്സ് അടക്കം നോക്കൂല അവര്? എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ടല്ലേ കൊടുക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഫുൾ പേപ്പർ 5 വർഷത്തേക്ക് ഇനി എടുത്ത് തരുന്നതാണ് ഈ ഒരു വാഹനത്തിന്. 2007 മോഡൽ എസ്റ്റിലോ. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ കാണിക്കുന്നത്? കിലോമീറ്റർ 96 കിലോമീറ്റർ കാണിക്കണ്ടല്ലേ? ഓക്കെ. മൈലേജ് ഒരു 13, 16, 15ന്റെ ഉള്ളിൽ കണ്ടാൽ മതി. 16 പോലും അല്ല, 15ന്റെ ഉള്ളിൽ കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 1 രൂപയാണ് പറയുന്നത്. 1 ലാക്ക്. 1 ലാക്ക് ഈ പേപ്പർ അടക്കമാണോ? പേപ്പർ അടക്കം 5 വർഷത്തെ പേപ്പർ ഇനി എടുത്ത് തരുന്നതാണ്. ആ ഒരു പേപ്പർ അടക്കമുള്ള വിലയാണ് 1,00,000 രൂപ ആസ്കിങ് അല്ലേ? അതെ. കുറച്ച് കൊടുക്കാവോ? ചെറുതായിട്ടൊക്കെ. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത ഒരു റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. റീ ആയ വണ്ടിയാണ്. KL 84 കൊണ്ടോട്ടിക്ക് റീ ആയ ഫോർഡ് ഫിയസ്റ്റ ആണ്. സെഡാ വാഹനം. ഡീസലാണോ ഇത്? ഡീസൽ. ഓക്കെ. മോഡൽ ഏതാ ഇത്? ഇത് 2015 മോഡൽ. 15 മോഡൽ. ഓക്കെ. പറഞ്ഞോളൂ. എങ്ങനെ കാര്യം? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. 2015 ആണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. കിലോമീറ്റർ നമ്മൾ പറയുന്നില്ല. കാണിക്കുന്നത് എത്രയാണെന്ന് അറിയോ? 1,32 അങ്ങനെ ഉറപ്പിക്കുന്നില്ല. ഓക്കെ. മെക്കാനിക്കലായിട്ടുള്ള പണികൾ, ഇഞ്ചക്ടറിന്റെ സൗണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? എഞ്ചിൻ ഭാഗങ്ങൾക്ക് കണ്ടീഷനാണ്. നമുക്ക് എടുക്കുന്ന പാർട്ടിക്ക് എന്തായാലും ഓടിച്ച് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി. ഓക്കെ. ഡീസലിന്റെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ പണികളാണ് കാര്യമായിട്ട്. ആവറേജ് ഒരു മൈലേജ് ഒരു 17 ഒക്കെ കിട്ടൂല? 17 അല്ല, അതിന്റെ മേലെ കിട്ടും. 18-19 കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട്. ഓക്കെ. ഫിയസ്റ്റയാണ്. ഫോർഡിന് ഇപ്പോഴും സർവീസ് സെന്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഹിസ്റ്ററി ഫുള്ള് ഉണ്ടാവുമെന്നൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല. എന്തായാലും നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ കമ്പനി ഒന്നുമില്ല. അതെ. ഓക്കെ. നിലവിൽ എത്ര പൈസ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 1,75 ചോദിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1,75,000 രൂപയ്ക്ക് 2015 മിഡിൽ ഓപ്ഷൻ ഫോർഡ് ഫിയസ്റ്റ ഡീസൽ വാഹനം സ്വന്തമാക്കാം. ഇങ്ങോട്ടേക്ക് റീ ആയ വണ്ടിയാണ്. താല്പര്യമുള്ളതുകൊണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ലോണ് ചാൻസ് ഉണ്ടോ? ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. എത്ര വരെ കിട്ടും? ഏകദേശം ഒരു 1 ലാക്ക് വരെ. 1 ലാക്ക് വരെ. ഓക്കെ. അടുത്തൊരു വിൻറ്റേജ് സെഗ്മെന്റിലോട്ട് അയക്കാൻ പറ്റിയൊരു വാഹനമാണ് അല്ലേ?
ഓപ്പൽ കോർസ. ഓപ്പൽ കോർസ KL 13 രജിസ്ട്രേഷൻ വാഹനം. ഇപ്പോഴത്തെ വണ്ടി പ്രാന്തന്മാർക്ക് അറിയായിരിക്കും. നോർമലി ഇപ്പോഴത്തെ ഒരു ജനറേഷന് ചിലപ്പോൾ ഓപ്പലിനെ പറ്റി അത്ര അറിവിടാൻ ചാൻസ് ഇല്ല അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ ഇത് 2004 2026 വരെ പേപ്പർ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, 2026 ഇൻഷുറൻസ് ഒക്കെ പുതിയതാണ്. ഓപ്ഷൻ ഏതാ ഇതിൽ? ഫുൾ ആണോ? ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ, 26 വരെ ഫുൾ പേപ്പർ ഫിറ്റ് ആണ്. പെട്രോളേ? പെട്രോൾ വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് 2 ആണ്. മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വർക്ക് കാര്യങ്ങളോ പണികളൊന്നും ഇല്ല വണ്ടി. ഒന്നുമില്ല. റണ്ണിങ് കണ്ടീഷനാണ്. എടുക്കുക ഓടിക്കാം. റണ്ണിങ് കണ്ടീഷൻ, ധൈര്യമായിട്ട് ഓടിക്കാം. കമ്പനി ഒന്നും ഇപ്പോൾ ചിന്തിക്കേ വേണ്ട, ഒന്നുമില്ല. പക്ഷെ പണികളൊക്കെ ചെയ്യാൻ പറ്റുമോ? വർക്ക്ഷോപ്പിലെ കാര്യങ്ങളൊക്കെ പണിയൊക്കെ ചെയ്യാം. അതിന്റെ സ്പെയർ പാർട്സിന്റെ ഡൗട്ടാണ് പിന്നെ ആളുകൾക്കുള്ളത്. ഇപ്പോൾ ആമസോണിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ പാർട്സുകളും അവൈലബിൾ ആണ്, കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും നോക്കാം. ഇപ്പൊ എത്ര പൈസ കൊടുക്കാൻ പറ്റും? നമുക്ക് ഫൈനൽ 55,000 രൂപ കൊടുക്കാം. 55,000 രൂപയ്ക്ക് 2026 പേപ്പർ 26 വരെ പേപ്പറുള്ളൊരു സെഡാൻ വാഹനം സ്വന്തമാക്കാം. വെറും 55,000 രൂപയ്ക്ക്. അതാണ് ഹൈലൈറ്റ്. നിങ്ങൾക്ക് നോക്കുക, താല്പര്യമായിട്ട് എടുക്കാം. ഓക്കെ, മൈലേജ് എത്ര കിട്ടും ഇനി? മൈലേജ് 13 കണ്ടാൽ ഒരു 13 കണ്ടാൽ മതി. ഓക്കെ, സാൻട്രോ ആണ് KL 10 രജിസ്ട്രേഷൻ വണ്ടി. മലപ്പുറം വണ്ടി തന്നെയാണ്. പറോളൂ എങ്ങനെയാ കാര്യങ്ങൾ? 2009 വണ്ടിയാണ്. 9 മോഡൽ. ഓക്കെ, പാലക്കാട് അഡ്രസ്സാണ് വണ്ടി വരുന്നത്. പാലക്കാട്. ഇപ്പോൾ AC പവർ സ്റ്റിയറിംഗ്, വിൻഡോ വരുന്നതാണ്. 2 ഡോർ പവർ വിൻഡോ. എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ്. തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ടല്ലോ. AC തണുപ്പൊക്കെ ഉണ്ടല്ലോ. ഒരു വർഷമില്ല. കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുള്ളൂ. ആ കണ്ടീഷനിലേ കൊടുക്കത്തുള്ളൂ. ഒരു പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ വണ്ടി കൊടുക്കുമ്പോഴും പോളിഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന ഒരു കണ്ടീഷനിലല്ല, എന്തായാലും നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലേ വണ്ടി? ഓക്കെ, ഇതിലിപ്പം വേറെ മെക്കാനിക്കൽ പണി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ, ക്ലീൻ. ഓക്കെ, 2009 വണ്ടി അല്ലേ? അടുത്ത വർഷം പേപ്പർ ഉണ്ടാവും. അടുത്ത വർഷം ഏകദേശം എത്ര കോസ്റ്റ് വരും? അടുത്ത വർഷം 1.5 നമ്മൾ റേറ്റ് വയ്ക്കുന്നത്. കോസ്റ്റ് വരുന്നത് ഏകദേശം ഒരു 10-12 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പേപ്പർ എടുക്കാം. 12,000 രൂപ ഉണ്ടെങ്കിൽ പേപ്പർ എടുക്കാം. ഓക്കെ, ഇപ്പോൾ 1,05,000 ഈ കണ്ടീഷനിലാണ് ചോദിക്കുന്നത്. അതെങ്ങനെ നെഗോഷ്യബിൾ ആണോ? ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ആൾട്ടോ KL 10 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഇതേതാ മോഡലൊക്കെ? 2008 മോഡൽ. 2008 ആണ്. ഓക്കെ, പേപ്പറിന്റെ അവസ്ഥ എന്താ? പേപ്പർ ഏകദേശം അടുത്തായിട്ടുണ്ട്. 2-3 മാസം കൂടി കഴിഞ്ഞാൽ റിന്യൂവൽ എടുക്കാണ്ട്. ഓക്കെ, അത് എടുത്തു കൊടുക്കുമോ നമ്മളെ? അല്ലെങ്കിൽ നമ്മൾ എടുത്ത് കൊടുക്കുന്ന കണ്ടീഷനിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് 1 lakh ആണ് ചോദിക്കുന്നത്. അത് റിന്യൂവൽ എടുത്ത് കൊടുക്കുന്ന കണ്ടീഷൻ. എടുത്ത് കൊടുക്കുന്ന കണ്ടീഷനിൽ 1 lakh ആണ് ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, 2008 മോഡൽ വണ്ടി റിന്യൂവൽ എടുത്തതിന് ശേഷം 1 lakh ചോദിക്കുന്നു. വേറെ ഗ്ലാസ്സിൽ ഒരു ക്രാക്ക് ഉണ്ട്, റീപ്ലേസ്മെന്റ് ഉണ്ട്, എന്തെങ്കിലും നല്ല വണ്ടിയാണ്. ഒന്നും സംഭവിച്ചില്ലല്ലോ? നല്ല നീറ്റ് വണ്ടിയാണ്. ഓക്കെ, ആൾട്ടോ ഒരു 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇത് കിട്ടുന്നില്ലേ? വേറെ പണി അതൊന്നുമില്ലല്ലോ. ഗ്ലാസ് വേണമെങ്കിൽ മാറാം, ഒരു ക്രാക്കായിട്ട് അവിടെ ഉണ്ടല്ലേ, വേണമെങ്കിൽ മാറാം നോക്കിയിട്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റിന്യൂവൽ എടുക്കാതെ ആണെങ്കിൽ എത്ര കൊടുക്കാൻ പറ്റും? റിന്യൂവൽ എടുക്കാതെ ആണെങ്കിൽ നമുക്കൊരു 85 ലെവലൊക്കെ നമുക്ക് 85 ലെവലിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളതുകൊണ്ട് കോൺടാക്ട് ചെയ്യാം. എങ്ങനെയാണ് ചില പോലെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ നേരത്തെ എടുക്കാൻ പറ്റുമോ? 3 മാസം മുന്നേ എടുക്കാൻ പറ്റും? ഇല്ല, ആ ടൈമിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? മൊറയൂർ വെസ്റ്റ് കംപ്ലീറ്റ് സ്റ്റോക്ക് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാലും ഞങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് ഞങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നും വിട്ടുപോകരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലത്തെ ചെറിയ വാഹനങ്ങളുടെയൊക്കെ ഷോറൂം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാത്ത പോലെ ഷോറൂമുകളുണ്ടോ? അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഷോറൂം എവിടെയെങ്കിലും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും